ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്നിട്ട്. അത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ട് ഒരാളെ കൊല്ലാതെ ഒരാളെ കൊല്ലാൻ രാഷ്ട്രീയ നേതൃത്വത്തിനും ഗവൺമെൻറ്റിനും കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം. പുനലൂർ എറണാകുളം ഓടിയ ബസ്സാണ്, അപ്പുറത്ത് കിടക്കുന്നത് ആലുവ ഓടിയ ബസ്സാണ്. ഈ ശരണ്യെ നോക്കി നിന്നാൽ സമയത്തിന് വരും, സമയത്തിന് പോകാം. ഈ കൊട്ടാരക്കര ഒരു വലിയ ഉപദ്രവകാരിയായ ഒരുത്തനുണ്ടായിരുന്നു, ചെക്കിംഗ് ഇൻസ്പെക്ടർ. അവൻ മരിച്ച് ഓടെ കിടന്ന് പുഴു കരിച്ചിട്ടാണ് ജനം കാണുന്നത്. അതിൻ്റെ കൂടെ അന്ന് നിന്നത് KSRTCയുടെ അന്നത്തെ MD ആയ സെൻകുമാറാണ്. ഇവന്മാരുടെയൊക്കെ സ്ഥിതി ഞാൻ ഇവന്മാർ തന്നെ പറയും. ഈ വണ്ടി ബോർഡ് ചെയ്ത് വന്നിട്ട് 1 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അതാണ് ഈ വണ്ടിയുടെ സ്ഥിതി. പക്ഷേ എനിക്ക് ഈ വണ്ടി മാറാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായ ഈ പ്രശ്നങ്ങൾ കാരണം ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയൊക്കെ കിടന്ന് നശിക്കുകയാണ്. ഇതൊക്കെ ഇനി പൊളിക്കാനേ കൊള്ളാവും. ഈ വണ്ടി മാത്രം 45 ലക്ഷം രൂപ എനിക്ക് അന്ന് മുടക്കുണ്ട്. ലോൺ ഇട്ടെടുത്ത വണ്ടിയാണ്, ലോണുണ്ട് ഇതിന്. ആ ലോൺ ഇട്ടെടുത്ത പൈസ ഞാൻ തിരിച്ചടച്ച് തീർത്തു. ഞാൻ കരയാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ വളരെ സെൻറ്റിമെൻ്റലായിട്ട് സംസാരിക്കാതിരിക്കുന്നതോ വീക്ക്നെസ്സായിട്ട് കാണരുത്. എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാധ്യതകൾ ഒരുപാടുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നെ എത്തിച്ചത് കേരളത്തിലെ സർക്കാരാണ്. ഏതാണ്ട് 45 ലക്ഷം രൂപ മുടക്കുള്ള വണ്ടിയാണ്. എൻ്റെ ലോണെല്ലാം അടഞ്ഞത്. ഇതിപ്പോൾ ഞാൻ കൊടുത്താൽ ആക്രി വിലയ്ക്ക് ഈ വണ്ടി കൊടുക്കണം. ആക്രി വിലയ്ക്ക് കൊടുക്കുമ്പോൾ ഈ വണ്ടിയുടെ വില 1.5 ലക്ഷം രൂപ മാക്സിമം കിട്ടുന്നത്. ഏറ്റവും കണ്ടീഷനായിട്ട് എല്ലാ പാർട്സും ഉള്ള വണ്ടിയാണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കൊടുക്കണം. ഇതാണ് എൻ്റെ സ്ഥിതി. 1, 2, 3 ഇതിനപ്പുറം എല്ലാം ബസ്സുകളാണ്. നിങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം മരം വന്ന് വലിയ വനം പോലെ കിടക്കുക. പക്ഷേ ഇതിനെല്ലാം ബസ്സുകളുടെ മുകളിൽ കാട് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തെ പുരയിടത്തിൽ 17 ബസ് കിടക്കും. പുനലൂർ എറണാകുളം ഓടിയ ബസ്സാണ്, അപ്പുറത്ത് കിടക്കുന്നത് ആലുവ ഓടിയ ബസ്സാണ്. ഈ ബസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് കിടന്ന് നശിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ കാര്യകാരണ സഹിതം വന്ന് ഒരു കത്ത് കൊടുത്തു, അദ്ദേഹം മുഖ്യമന്ത്രിയാവണം. പക്ഷേ അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് പോയതല്ലാതെ അതിനൊന്നും ഒരു നടപടി ഉണ്ടായത്. എല്ലാം കൂടി 10-25 കോടി രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ നഷ്ടം മാത്രം. ഇത് ഓടി വരുന്നതോ ഇപ്പോൾ എനിക്ക് 440 ജോലിക്കാരുണ്ടായിരുന്നു. ഈ 440 ജോലിക്കാരുടെ വരുമാനം ഇന്നുണ്ട്, അവരെവിടെയെന്നുള്ളത് എനിക്കറിയില്ല. 140 കുടുംബങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഇന്നലെ ഞാനൊരു സോഷ്യൽ മീഡിയയിലൊരു അത് വന്നപ്പോൾ എൻ്റെ ഒരു ജീവനക്കാരൻ്റെ ഭാര്യ വന്നിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇത് ഓടിച്ച് ജീവിച്ച ആളാണ്, ഇന്ന് വളരെ കഷ്ടപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ഒരു സങ്കടം തോന്നും. ഞാൻ 40 ലക്ഷം രൂപ മുടക്കിയെടുത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ ഇന്നത്തെ കോലം കണ്ടോ, കാട് കയറി നശിച്ച് കിടക്കുക. ഇങ്ങനെ ഈ ഒരു വ്യവസായത്തെ നശിപ്പിക്കുന്ന ഒരു രീതി ശരിയാണോ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആലോചിക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഴുക്ക് പറ്റി കിടക്കുന്ന വണ്ടികളല്ലായിരുന്നു. വളരെ ക്ലീനായി വൈകിട്ട് ആളെ നിർത്തി എല്ലാ വണ്ടികളും വൃത്തിയായിട്ട് കഴുകി നല്ല രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്ന ഒരാളാണ്. മാത്രമല്ല 25 കോടിയിലധികം രൂപ ഈ വണ്ടികളുടെ നഷ്ടം മാത്രം എനിക്കുണ്ട്. പിന്നെ എൻ്റെ സർവീസ് നടത്താത്തതിലുള്ള നഷ്ടങ്ങൾ. അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനായതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വണ്ടികളിൽ ഭൂരിപക്ഷം ലോണുള്ള വണ്ടികളായിരുന്നു. ഞാൻ ഈ ലോണുകളൊക്കെ അടച്ചു തീർക്കാനുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് സിബിൽ ഇഷ്യൂ ഒക്കെ ആയി. ഇപ്പോൾ എനിക്ക് ലോൺ കിട്ടത്തില്ല. ഇനി ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോലും ലോൺ കിട്ടാത്ത അവസ്ഥയിലായി. ആരാ കാരണക്കാരൻ? ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനകീയ ഗവൺമെൻറ് അവകാശപ്പെടുന്ന യുവന്മാരാണ് ഇതിൻ്റെ കാരണം. ഇപ്പോൾ ഒരു മന്ത്രി എന്തെങ്കിലും ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നാൽ ആദ്യം അതിനെ എതിർക്കുന്നത് ട്രേഡ് യൂണിയനാണ്. KSRTC നന്നാവാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഈ രാജ്യത്ത് വേണ്ടത്. ഇത് നടത്തിയത് തിരുവല്ലക്കാരനൊരു MLA ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്, ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്, മാത്യു ടി തോമസ്. അതിൻ്റെ കൂടെ അന്ന് നിന്നത് KSRTCയുടെ അന്നത്തെ MD ആയ സെൻകുമാറാണ്. ഇവന്മാരുടെയൊക്കെ സ്ഥിതി ഞാൻ ഇവന്മാർ തന്നെ പറയും. ഇവന്മാരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കണം. മാത്യു ടി തോമസിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായി? അയാൾ MLA ആയി കാണും, ഇനി അയാൾ മന്ത്രിയാവട്ടെ. കാരണം ഇവരുടെ പ്രാക്ക് വലതാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, 450 കുടുംബത്തിൻ്റെയും പ്രാക്ക് ഇവന്മാർക്കുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കൊട്ടാരക്കര ഒരു വലിയ ഉപദ്രവകാരിയായ ഒരുത്തനുണ്ടായിരുന്നു, ചെക്കിംഗ് ഇൻസ്പെക്ടർ. അവൻ മരിച്ച് ഓടെ കിടന്ന് പുഴു കരിച്ചിട്ടാണ് ജനം കാണുന്നത്. അപ്പോൾ യവന്മാരുടെ എല്ലാ സ്ഥിതി ഇത് തന്നെ. മനുഷ്യനെ ദ്രോഹിച്ച് ആനന്ദിക്കുന്നവൻ്റെ എല്ലാ സ്ഥിതി ഇത് തന്നെ. കുറേ സോഷ്യൽ മീഡിയക്കാരന്മാരുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് മോശം കമൻ്റ് ഇടുക, ആവശ്യമില്ലാതെ വാർത്തകൾ ചെയ്യുക. ഞാൻ വലിയ ഗുണ്ടയാണെന്നാണ് പറയുന്നത്. ഞാനൊരു ഗുണ്ടയൊന്നുമല്ല. പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ വരുത്തവൻ്റെ അടുത്ത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഒരു ചെള്ള കാണിച്ചു കൊടുക്കും, ഒരു ചെള്ളയ്ക്ക് അടിക്കും, മറു ചെള്ള കാണിച്ചു കൊടുക്കാനൊന്നും അത്ര സത്യസന്ധനൊന്നുമല്ല ഞാൻ. എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും. അതിപ്പോൾ അതിനകത്ത് ആരായാലും മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എതിരെ ദ്രോഹമായി വരുന്നവരെ ചിലപ്പോൾ ഞാൻ തിരിച്ച് ഉപദ്രവിച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിച്ചൊന്നും നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. 2016 മുഖ്യമന്ത്രിക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ലെറ്റർ കൊടുത്തു. അന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, സാർ ആത്മഹത്യയുടെ വക്കിലാണ്, സഹായിക്കണം. എവിടെ? ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു. ഞങ്ങൾ പല മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ സമീപിച്ചു. സുപ്രീം കോടതിക്ക് പോകാം ഞങ്ങൾ എന്നാണ് നിലപാട്. ഇനി സുപ്രീം കോടതി പോയി കോടിക്കണക്കിന് രൂപ അവിടെയും ചിലവാക്കി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇത് എന്തിനാണ്? ഇത് 100-ൽ താഴെ പെർമിറ്റുകളെ ഇന്ന് കേരളത്തിലുള്ളൂ. ഈ കാറ്റഗറിപ്പെട്ട 100-ൽ താഴെ പെർമിറ്റുകളേ ഉള്ളൂ. തകർക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നതിനകത്ത് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയാൽ 2000 ബസ്സുകൾ കൂടി പാമ്പുവാണ്. കേരളത്തിൽ ലിമിറ്റഡ് ഷോപ്പായി ഓടുന്ന 50-ന് മുകളിൽ 140 വരെയുള്ള 2000 ബസ്സുകൾ കേരളത്തിലുണ്ട്. ഉദാഹരണം കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്,
കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെയുള്ള സെക്ടറുകളിൽ പിങ്ക് കളറടിച്ച വണ്ടികൾ ഏതാണ്ട് 2000 ബസ്സുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം പോകുന്നത്. ഇടപെടണ്ടേ? ആരെങ്കിലുമൊക്കെ അറിയണ്ടേ? മീഡിയമാരിലും പല ഉദ്യോഗസ്ഥന്മാരും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. കാരണം അവർക്ക് വെറുതെ നിയമം എന്ന് പറഞ്ഞിട്ട് അവർ നശിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സും അത് തന്നെ, പൊളിറ്റീഷ്യൻസും അത് തന്നെ. തീർന്നു, ഈ വ്യവസായം തീർന്നു എന്നുള്ളതിനൊന്നും ഒരു സംശയവും വേണ്ട. പ്രൈവറ്റ് ബസ് വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ പൊളിച്ചടുക്കിയത് CITയും INTUCയും പോലുള്ള ട്രേഡ് യൂണിയനുകളുടെ, KSRTCയിലെ ട്രേഡ് യൂണിയനുകളുടെ സമ്മർദ്ദം മൂലമാണ്. കട്ടപ്പന കൂട്ടാർ ഓടിക്കൊണ്ടിരുന്നതാണ്. കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ 4:45 പോകും, പോയിട്ട് തിരിച്ചു വരും. റേഞ്ച് മേഖലയിലേക്ക് എനിക്ക് 18 സർവീസ് ഉണ്ടായിരുന്നു. കുമളി, കട്ടപ്പന, നെടുങ്കണ്ടം അങ്ങനെയൊക്കെ ആയിട്ട് 18 സർവീസ് ഉണ്ടായിരുന്നു. ആ കിടക്കുന്ന വണ്ടി അത് കൊട്ടാരക്കര കുമളി ഓടിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, രാവിലെ 6 മണിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കുമളിക്ക് പോകുന്ന വണ്ടിയാണ്. ഇതെല്ലാം നിന്നുപോയി എന്നുള്ളതാണ്. പിന്നെ ആലുവ, പിന്നെ എറണാകുളം സർവീസ് തന്നെ കുറേ ഉണ്ടായിരുന്നു. കൊല്ലൂർ, എറണാകുളം, അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ടായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വാച്ച് അറേഞ്ച് ചെയ്യാമെന്നാണ് യാത്രക്കാരെന്ന് നമ്മളോട് പറയുന്നത്. ഇപ്പോഴും യാത്രക്കാർ വിളിക്കും, അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ പറയും. അവരൊക്കെ കാറോ അല്ലെങ്കിൽ ബൈക്കുകളോ ഒക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. മറ്റേതാണെങ്കിൽ ശരണ്യ നോക്കി നിന്നാൽ സമയത്തിന് വരും, സമയത്തിന് പോകാം. ആ സ്ഥിതിയൊക്കെ മാറി.